ശബരിമലയിൽ നിന്ന് സ്വർണം പാളികൾ കടത്തിയ കേസിലെ പ്രതിയായിട്ട് 2 എഫ്ഐആറുകളാണ് പമ്പ പോലീസ് എടുത്തിട്ടുള്ളത്. 3700-ഉം 3701. 2 എഫ്ഐആറുകളും വെച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ രാത്രിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ പോലീസ് അകമ്പടിയോടെ പത്തനംതിട്ട എത്തിച്ച് AR ക്യാമ്പിൽ നിന്നും റാന്നി കോടതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. റാന്നി കോടതിയിലേക്ക് വളരെയധികം പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ അലാറം ഉപയോഗിച്ചുകൊണ്ടാണ് കോടതിയിലേക്ക് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ നിന്ന് കടന്നു കയറിയത്. കോടതിയിൽ എത്തിച്ചപ്പോൾ ആ കോടതിയുടെ മുറ്റത്ത് എത്തിച്ച് അവിടെ നിന്ന് വളരെയധികം ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടെയാണ് കോടതിയുടെ മുകളിലത്തെ നിലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവരുടെ ആളുകളുടെ തിരക്ക് ഭയങ്കരം വലുതായിരുന്നു. വളരെയധികം മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും ഉദ്യോഗസ്ഥന്മാരും റാന്നി പോലീസ് നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നമ്മുടെ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിനി സിവിൽ സ്റ്റേഷന്റെ 2ാമത്തെ നിലയിലുള്ള കോടതിയിലേക്ക് എത്തിച്ചത്. കോടതിയിൽ എത്തിയ സമയത്ത് 10:35 കോടതിയിൽ എത്തിച്ചത്. 11 മണിക്കാണ് കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാ ആളുകളെയും പുറത്തിറക്കിയിട്ട് പ്രത്യേകമായിട്ടാണ് അതിൻ്റെ വാദപ്രതിവാദങ്ങൾ അവിടെ നടന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ ആ കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം അത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ അയാള് പ്രത്യേകമായി പല കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മാധ്യമ പ്രവർത്തകരോട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, എന്നെ കുടുക്കിയവരെ ഞാൻ വെറുതെ വിടില്ല എന്നാണ്, അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ എത്തിക്കും എന്ന് ഒറ്റ വാക്കിൽ മാധ്യമ പ്രവർത്തകരോട് പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് സന്നാഹത്തോട് തന്നെ വീണ്ടും പത്തനംതിട്ടയിലേക്ക് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് വളരെയധികം ആളുകൾ ഈ സമയത്ത് കോടതിയുടെ വട്ടം മുഖത്തെ നിലയിലും താഴെ മുറ്റത്തുമൊക്കെ ആയിട്ട് വളരെയധികം ആളുകളാണ് തടിച്ചുകൂടിയത്. അതിന് ഇടയ്ക്ക് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ ചെരുപ്പ് കൊണ്ടുള്ള ഒരു ഏറും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാഗത്തേക്ക് ഉണ്ടായി. എന്നാൽ പോലീസ് വലയം തീർത്ത് വന്നതുകൊണ്ട് മറ്റുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പുറത്തു നിൽക്കുന്ന ഭക്തര് വളരെ ശാപവാക്കുകൾ എല്ലാം ഉച്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊന്നും പോലീസിന്റെ സന്നാഹം വളരെ അധികമായതുകൊണ്ട് ഇതൊന്നും പുറത്തേക്ക് വരുന്നതിന് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നതിനൊന്നും സൗകര്യമുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയിട്ടുള്ള സ്വർണത്തിന്റെ കണക്കുകളും എല്ലാം വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഉള്ളത്. അങ്ങനെയുള്ള ഭീതിപ്പെടുത്തുന്ന കണക്കുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്ത സ്വർണത്തിന്റെ പല ആളുകൾക്കും അത് വീതിച്ചു നൽകിയതായിട്ടാണ് പറയുന്നത്. അതൊക്കെ അന്വേഷണ സംഘത്തോടെ വെളിപ്പെടുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വമ്പൻ സ്രാവുകൾ പലരും ഈ വിഷയത്തിൽ കുടുങ്ങും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ 2018 ഈ ഒരു സ്വർണ്ണപ്പാളി തട്ടിപ്പ് ഇത് ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതിന് സംശയം വേണ്ട. ഇതിന്റെ മുന്നിൽ
ഉണ്ടായിട്ടുള്ളതും അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള പല വെട്ടിപ്പ് സംഭവങ്ങളും തട്ടിപ്പ് സംഭവങ്ങളും കവർച്ചകളും അതുപോലെ അവിടെ നടന്നിട്ടുള്ള പർച്ചേസ് പോലൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അത് സത്യത്തിൽ ഒരു പൊതു താല്പര്യ ഹർജി പോലെ തന്നെ ഹൈക്കോടതിയിൽ ഇത് നൽകിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല, ഇതിന്റെ വലിയ കാര്യങ്ങൾ പലതും പുറത്തു വരാനുണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും സംശയത്തിന് അതീതമായിട്ട് തന്നെ നമുക്ക് അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതൊക്കെ SIT പോണക്കുള്ള പ്രധാനപ്പെട്ട ഈ അന്വേഷണ സംഘം ഇതെല്ലാം നോക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു കടന്നുകയറ്റവും അതേ രീതിയിലുള്ള ഏജൻസികൾ പോണക്ക് തന്നെ വിവിധ ഉദ്യോഗസ്ഥന്മാരുടെയും ദേവസ്വം ബോർഡിലെ ചില ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഉള്ളാളുകളുടെയൊക്കെ സഹകരണത്തോടെയാണ് ഈ വമ്പൻ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള ആ ഒരു തെളിവ് അത് SIT പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ചെന്നൈയിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അതുപോലെ തന്നെയാണ് സന്നിധാനത്തും തെളിവെടുക്കാനുള്ള അതിനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങളൊക്കെ തന്നെ പറയുന്നതിൽ 2 കിലോ സ്വർണം പോറ്റി കൈവശപ്പെടുത്തി എന്നാണ് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും എന്നിവിടങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്താനായിട്ട് എത്തിക്കണം എന്നും അതിൽ പറയുന്നുണ്ട്. അതിനകത്ത് ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നിർണായക മൊഴി അത് പോറ്റി നൽകിയിട്ടുണ്ടെന്നും അത് വലിയ ഗൂഢാലോചനയിൽ പങ്കെന്ന് പോറ്റിയുടെ ആ ഒരു വിലപ്പെട്ട മൊഴി അതിനോടൊപ്പം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം ഉദ്യോഗസ്ഥന്മാർക്ക് വീതിച്ച് നൽകി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ ഗൂഢാലോചനയുടെ ഭാഗമായെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അതിലെ കൽപേഷ് എന്ന് പറയുന്ന ഒരാള് ഇതിൽ എത്തിച്ചേർന്നത് അതും അതിന്റെ പ്രത്യേകമായ ഉദ്യോഗസ്ഥരുടെ ഭാഗമാണ് എന്ന് പറയുന്നു. അതിലെല്ലാവർക്കും സ്വർണം വീതിച്ചു നൽകിയതായിട്ടും അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ സംഭവത്തിന്റെ തുടക്കമായിട്ടാണ് ഈ ഒരു അറസ്റ്റിനെ നമ്മൾ കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് ഈ അന്വേഷണം പോകും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ അവർ പരിശോധിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് കാണണം, SIT കാണണം എന്നുള്ളതും ഭക്തജനങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള വലിയ ഒരു കാളകൂട വിഷമാണ് ഇവിടെ നമ്മൾ തെളിയാൻ പോകുന്നത്. അതിന്റെ പെറ്റീഷൻ മെമ്മോയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. 2 കിലോ സ്വർണം തട്ടി എന്ന് പറയുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആണ് അതിന്റെ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. ആ നഷ്ടം എങ്ങനെ ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കിനി അറിയേണ്ടത്. ആദ്യ തെളിവെടുപ്പ് തന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു സൂചനയാണ് വെച്ചിട്ടുള്ളത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പറയുന്ന ഒക്ടോബർ 30 വരെയാണ് കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ആരോ കുടുക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മൊഴി പറഞ്ഞത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ ആ ഒരു ഭാഗമായിട്ട് കൂടുതൽ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കാഠിന്യം എത്രമാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ഈഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിലെ വളരെയധികം വിവരങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറ്റകരമായ ഗൂഢാലോചനയും അതുപോലെ തട്ടിയെടുത്ത സ്വർണം എവിടെയാണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യവും യഥാർത്ഥ പാളിയിൽ നിന്ന് സ്വർണം എങ്ങനെയാണ് വേർതിരിച്ചെടുത്തത്, പാളുകളിൽ ഏതൊക്കെ രീതിയിലാണ് പൂശാൻ നൽകിയത്, സ്വർണം പോറ്റിയും അല്ലെങ്കിൽ സംഘവും എങ്ങനെയാണിത് തട്ടി മാറ്റിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കോടതിക്ക് പുറത്ത് വളരെയധികം ആളുകളാണ് ഇതുമായി കാത്തു നിന്നത്. എന്തായാലും ഇതൊരു വലിയ
ഒരു സംഭവത്തിന്റെ തുടക്കമായിട്ട് മാറും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മളെല്ലാവരും അറിയാനുള്ളത്.